Hello, hi everyone. So once again, welcome back to Crack with Jack YouTube Malayalam channel. Okay, so നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് IDB എക്സിക്യൂട്ടീവിൻ്റെ കുറച്ച് മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് 2019 ചോദിച്ച IDB എക്സിക്യൂട്ടീവിൻ്റെ കുറച്ച് മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പ് നിങ്ങൾക്കറിയാം ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ വീഡിയോ കോഴ്സും PDF കോഴ്സസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ 999 രൂപയ്ക്കാണ് നമ്മുടെ 50% ഓഫ് തീർന്നു. സോ ഇപ്പോൾ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് ഓഫർ അവൈലബിൾ ആണ്. സോ വേഗം പോയിട്ട് മേടിക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഇക്കൊല്ലം നമുക്ക് കുറേ എക്സാംസ് വിളിക്കാനുണ്ട്. സോ എന്തായാലും പോയിട്ട് മേടിക്കുക. അതുപോലെ തന്നെ PDF കോഴ്സും ക്രാക്ക് വിത്ത് ജാക്കിൻ്റെ PDF കോഴ്സും ഉണ്ട്. വീഡിയോ കോഴ്സ് എന്ന് പറയുന്നത് തമിഴിലാണ്, PDF കോഴ്സ് ഇംഗ്ലീഷിലാണ്. സോ നിങ്ങൾക്ക് തമിഴ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ PDF കോഴ്സ് മേടിക്കുക. നമ്മുടെ ഈ കൊല്ലം നടക്കാനിരിക്കുന്ന എല്ലാ എക്സാമിൻ്റെയും സിലബസ് കവർ ചെയ്യുന്ന ഒരു PDF കോഴ്സാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം പോയിട്ട് മേടിക്കുക. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് SBI ക്ലർക്കിൻ്റെ മെയിൻസ്, IBPS RRB PO മെയിൻസ് മുതൽ RRB ക്ലർക്ക് മെയിൻസ്, IBPS ക്ലർക്ക് മെയിൻസ്, QA റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ തന്നെ RRBയിൽ ചോദിക്കാൻ ചാൻസുള്ള കമ്പ്യൂട്ടർ അവയർനെസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്ന PDF കോഴ്സാണ്. സോ വേഗം പോയിട്ട് മേടിക്കുക. ഓക്കെ, സോ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സ്നേഹ 10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ 10% ഡിസ്കൗണ്ട്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് IDB എക്സിക്യൂട്ടീവ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാം. നമ്മുടെ എക്സിക്യൂട്ടീവ് എക്സാം എന്ന് പറയുന്നത് എൻ്റെ നമുക്കുള്ളൊരു അസറ്റ് അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ട ഒരൊറ്റ എക്സാമാണുള്ളത്. ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതായത് IDB എക്സിക്യൂട്ടീവിൻ്റെ സിലബസ് എന്ന് പറയുന്നത് QA ഉണ്ട്, റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. സോ ഇതൊക്കെ 50-50 മാർക്കിനാണ് നമുക്ക് ഉണ്ടാവുക. QA 50 മാർക്കിന്, RA 50 മാർക്കിന്, ഇംഗ്ലീഷ് 50 മാർക്കിന്. ഓക്കെ, സോ ടോട്ടൽ 150 മാർക്കാണ് ഉണ്ടാവുക. കറണ്ട് അഫയേഴ്സ് ഇല്ല. സോ നിങ്ങൾക്ക് ഒന്നിരുന്നാൽ സുഖമായിട്ട് ലഭിക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ്. മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ഒന്ന് നോക്കാം, സ്പീഡിൽ നോക്കാം. ഓക്കെ, എന്താണ് ദി ആവറേജ് മാർക്ക് obtained by a student in 6 subjects is 88 ആണ്. On subsequent verification it was found that the mark obtained by in a subject was wrongly copied as 86 instead of 68. The correct average of the marks obtained by him is. So അതായത് 6 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. 6 സബ്ജക്റ്റിൻ്റെ ആവറേജ് 88 മാർക്കായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ വെരിഫൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് തെറ്റാണ്. 68 പകരം 86 മാർക്കാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവറേജ് എത്രയാണ്? അതായത് നമുക്കിവിടെ 68 പകരം 86 തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കുറയ്ക്കണമല്ലേ, നമുക്ക് 68 എത്തണം. സോ നമ്മൾ ഈ 86 നിന്ന് എത്ര കുറയ്ക്കണം? 18 കുറയ്ക്കണം അല്ലേ. സോ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ഡിവിഷൻ ആണ്. സോ ഓരോ സബ്ജക്റ്റിൻ്റെ ആവറേജ് 88 പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ നമ്മൾ എത്ര കുറയ്ക്കണം? 18 കുറയ്ക്കണം. ഓരോന്നിലും ഡിവൈഡ് ചെയ്തിട്ട് കുറയ്ക്കണം. സോ ദാറ്റ് മീൻസ് 88 മൈനസ് 18/6 സബ്ജക്റ്റ് ആണ് അല്ലേ. സോ 88 മൈനസ് 3 is equal to 85. So the correct answer is 85. Okay, അടുത്ത ക്വസ്റ്റ്യൻ. A train runs at an average speed of 75 km per hour. If the distance to be covered is 1050 km, how long will the train take to cover it? ഇത് പക്ക നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി അല്ലേ. സോ എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1050 ആണ്, സ്പീഡ് എന്ന് പറയുന്നത് 75 km per hour ആണ്. സോ നിങ്ങൾക്കറിയാം 1050നെ 75 കൊണ്ട് ഹരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 75ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, 15 × 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ നിങ്ങൾക്കറിയാം 15 ഡയറക്റ്റ് ആയിട്ട് 7ലാണ് പോവുക. സോ 70 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 14 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 14 hours. ഓക്കെ, സോ 14 hours എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 14 hours. അടുത്ത ക്വസ്റ്റ്യൻ. The difference between successive discount of 40% followed by 30% and 45%
followed by 20% on the market price of an article is ₹12. The market price of the article is. സോ എന്താ പറഞ്ഞിട്ടുള്ളത്? സക്സസീവ് ഡിസ്കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് 40% ഫോളോഡ് ബൈ 30%, ഒന്ന് 45% ഫോളോഡ് ബൈ 20%. സോ നിങ്ങൾക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് പ്രൈസിലാണ് കാണുക, അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് കാണുക. സോ ഇവിടെ 40% ഫോളോഡ് ബൈ 30%, അതുപോലെ തന്നെ 45% ഫോളോഡ് ബൈ 20% നമ്മൾ എടുക്കുമ്പോൾ 45% ഡിവൈഡഡ് ഫോളോഡ് ബൈ 20% എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ നെറ്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, രണ്ടിൻ്റെയും നെറ്റ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. സോ നെറ്റ് ഡിസ്കൗണ്ട് കാണാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞു തന്നിരുന്നു, x+y+xy/100. സോ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക? -40 എന്ന് ഉപയോഗിക്കുക. കുറയ്ക്കുന്നതായതുകൊണ്ട് y എന്ന് പറയുന്നത് -30 ആക്കിയിട്ട് എടുക്കാം. ഇത് എക്സും ഇത് വൈയും ആക്കിയിട്ട് എടുത്തു. സോ എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് പ്ലസും ഒരു സ്ഥലത്ത് മൈനസും ആണെങ്കിൽ മൈനസ് ഇടുക. ഇവിടെ രണ്ടും മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 1200/100 എത്ര കിട്ടും? -70 + 12 58% കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നെറ്റ് ഡിസ്കൗണ്ട് കാണുമ്പോൾ -45 -20 + 900/100 കാണുമ്പോൾ നമുക്ക് -65 + 9 എത്ര കിട്ടും? 56% എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് നെറ്റ് ഡിസ്കൗണ്ട് എത്ര കിട്ടും? 56% കിട്ടും. സോ ഒന്ന് 58%, ഒന്ന് 56% കിട്ടും. സോ ഇവരുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത് അല്ലേ. സോ ഇവരുടെ ഡിഫറൻസ് ആണ്. സോ നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലാണ് കാണുക അല്ലേ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിലാണ് കാണുക. സോ എന്ത് പറയാം? 58%ൻ്റെയും 56%ൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 2%. അതായത് 2% ഓഫ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12 ആണ്. സോ മാർക്കറ്റ് പ്രൈസ് എത്രേ? സോ 2% എന്ന് പറയുന്നത് 12 ആണ്. സോ 100% എന്ന് പറയുന്നത് 600 ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 600 rupees. സോ 600 rupees എന്ന് പറയുന്നതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ രണ്ടിൻ്റെയും നെറ്റ് ഡിസ്കൗണ്ട് കാണുക. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 58%, ഇവിടുത്തെ നെറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 56%. മാർക്കറ്റ് പ്രൈസിലാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതായത് മാർക്കറ്റ് പ്രൈസ് നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യുക? നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, മാർക്കറ്റ് പ്രൈസ് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാണുക മാർക്കറ്റ് പ്രൈസിലാണ്. സോ 100ൻ്റെ 58%, അതുപോലെ തന്നെ 100ൻ്റെ 56%. സോ 100ൻ്റെ 2% എന്ന് പറയുന്നതാണ് 12 എന്ന് പറയുന്നത്. സോ 100% എത്ര? അത് 600. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A certain sum will amount to 12,100 in 2 years at 10% per annum compound interest being compounded annually. The sum is. എന്താണ്? ഒരു certain sum ഉണ്ട്, 12,100 രൂപ ആയിട്ട് എമൗണ്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എമൗണ്ട് ആണ് 12,100 രൂപ. 2 കൊല്ലം 10% പെർ ആനം ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 10% പെർ ആനം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ 2 കൊല്ലം നിങ്ങൾക്കറിയാം 21% ആയിരിക്കും 2 ഇയറിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ 100 നമ്മളിപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആക്കി എടുക്കുക, 21% നമ്മൾ ഇൻട്രസ്റ്റ് ആക്കിയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്രയായിരിക്കും? 121% ആയിരിക്കും. സോ ഈ 121% നമ്മുടെ 12,100 എന്ന് പറയുന്നത്. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ പ്രിൻസിപ്പൽ സമ്മാണ്, അതായത് 100 ചോദിച്ചിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 10,000. 10,000 rupees ആണ് നമ്മുടെ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A's 2-day work is equal to B's 3-day work. If A can complete the work in 8 days, then to complete the work B will take. ഓക്കെ, സോ എയുടെ 2-day വർക്ക് എന്ന് പറയുന്നത് 2 ദിവസം, എയുടെ 1-day വർക്ക്. സോ എയുടെ 1-day വർക്ക് ഇൻറ്റു എത്ര ദിവസം എടുത്തു? 2 ദിവസം എടുത്തു. അപ്പോൾ നമുക്ക് എയുടെ 2 ദിവസമുള്ള ടോട്ടൽ വർക്ക് കിട്ടി. അതുപോലെ തന്നെ ബിയുടെ 1-day വർക്ക് ഇൻറ്റു 3 എന്ന് പറയുന്നത് നമുക്ക് ബിയുടെ 3 ദിവസം കൊണ്ടുള്ള ടോട്ടൽ വർക്കും കിട്ടി. അപ്പം നമുക്കിതിൽ നിന്ന് എയുടെയും ബിയുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ കാണാം അല്ലേ. 3:2 എന്ന് കിട്ടും. സോ ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ആക്ച്വലി ഉദ്ദേശിക്കുന്ന അവരുടെ 1-day വർക്കാണ്. സോ ഒരു ദിവസം എയും ബിയും ചെയ്യുന്ന വർക്ക് നമുക്ക് കിട്ടി. സോ കോംപ്ലിക്കേഷൻ ഉള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ 3x 2x വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് 3:2 ആക്കി എടുത്തു. സോ ഒരു ദിവസം എ ചെയ്യുന്ന വർക്ക് 3 പാർട്ടാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ദിവസം എ ടോട്ടലായിട്ട് ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് 3x8 എന്ന് കിട്ടും. 3x8 പാർട്ടാണെന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ
സോ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി, ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. സോ ബി ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയായിരിക്കും? 12 ഡേയ്സ് ആയിരിക്കും. 12 ഡേയ്സ് ആയിരിക്കും ബി എടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. സോ എയുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടി ഇൻറ്റു 2, ബിയുടെ ഒരു ദിവസത്തെ വർക്ക് ഇൻറ്റു 3. അപ്പോൾ അവരുടെ ബി 3 ദിവസം ചെയ്യുന്ന വർക്ക് കിട്ടി. സോ എയുടെയും ബിയുടെയും ഒരു ദിവസമുള്ള വർക്കിൻ്റെ റേഷ്യോ കിട്ടും. സോ ടോട്ടൽ വർക്ക് നമുക്ക് കാണാൻ പറ്റും. 3 ഇൻറ്റു 8 വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. അപ്പോൾ ഒരു ദിവസം ബി ചെയ്യുന്ന വർക്ക് 2 വർക്കാണ്. സോ 3 ഇൻറ്റു 8/2 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി എത്ര ദിവസം എടുക്കും എന്നുള്ളത് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 4 men and 6 women complete a work in 8 days. 2 men and 9 women also complete in 8 days. The number of days 18 women complete the work. Okay. So 4 men plus 6 women എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 8 ദിവസമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 2 men plus 9 women എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 8 ദിവസമാണ്. സോ സെയിം നമ്പർ ഓഫ് ഡേയ്സ് ആണല്ലേ എടുക്കുന്നത്. അതായത് ഇവിടെ 2 men കുറഞ്ഞിട്ടുണ്ട്, ഇവിടെ 3 women കൂടിയിട്ടുണ്ട്. അതായത് 2 men എടുക്കുന്ന വർക്ക് ആരെടുക്കുന്നുണ്ട്? 3 women എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാം? 2 men വർക്ക് എന്ന് പറയുന്നത് 3 women വർക്കിനോട് ഈക്വൽ ആണെന്ന് പറയാം. സോ മെന്നിൻ്റെയും വുമൻ്റെയും റേഷ്യോ നമുക്ക് എത്ര കിട്ടും? 3:2 എന്ന് കിട്ടും. അതായത് അവരുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരൊരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് കാണാം. സോ ടോട്ടൽ വർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ കൊടുക്കാം അല്ലേ. അതായത് 4 men ഒരു ദിവസം ചെയ്യുന്ന വർക്ക് പ്ലസ് 6 women ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ഇൻറ്റു അവർ 8 ദിവസം ചെയ്യുന്ന വർക്കാണ് ഇവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. പകരം നമുക്ക് 2 men plus 9 women അവിടെയും കൊടുക്കാം. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 18 women എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് അല്ലേ. സോ ഒരു വുമൺ ഒരു ദിവസം എടുക്കുന്ന വർക്ക് 2 വർക്കാണ്. സോ 18 women ഒരു ദിവസം എടുക്കുന്ന വർക്ക് 18 ഇൻറ്റു 2 ആണ്. സോ ഈ എമ്മിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയുള്ള ഈ സംഭവം കൊടുക്കാം ഇൻറ്റു 3. 6 womenന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 2 കൊടുക്കാം. സോ 12 plus 12 24. സോ 24 ഇൻറ്റു 8/18 ഇൻറ്റു 2 എന്ന് കിട്ടും അല്ലേ. ഇവിടെ 4 കിട്ടും. അതുപോലെ 6 4ഉം 6 3യും കിട്ടും. സോ ദ ആൻസർ 16/3 ഡേയ്സ് ആണ് 2 മെന്നും 18 വുമൺ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 16/3 ദിവസമാണ് എടുക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എത്ര ദിവസം എടുക്കും? 16/3 ദിവസം എടുക്കും. ഞാനിവിടെ എഴുതാം 16/3 ഡേയ്സ് ആണ് എടുക്കുക. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 4 men plus 6 women 8 ദിവസം എടുക്കും. 2 men plus 9 womenഉം 8 ദിവസം എടുക്കും. നമ്മൾ എന്ത് ചെയ്തു? 2 men എന്ന് പറയുന്നത് 3 women വർക്കാണ് നമുക്ക് കിട്ടി. നമ്മൾ അതിൻ്റെ റേഷ്യോ കണ്ടു, ടോട്ടൽ വർക്ക് കണ്ടു. ടോട്ടൽ വർക്ക് കണ്ടു കഴിഞ്ഞിട്ട് നമുക്കറിയാം ഒരു വുമൺ ഒരു ദിവസം 2 വർക്കാണ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ 18 women ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും കണ്ടു. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 1 days വർക്ക് നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 18 women എടുക്കുന്നത് കിട്ടി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 men or 8 women can do a piece of work in 15 days. And how many days can 6 men and 12 women do the same piece of work? അല്ലേ. അതായത് 4 men എന്ന് പറയുന്നതും 8 women വർക്ക് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ അവരുടെ റേഷ്യോ നമുക്ക് 2:1 എന്ന് കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം അല്ലേ. അതായത് നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം 4 men or 8 women. സോ 4 ഇൻറ്റു 2 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടി? ടോട്ടൽ വർക്ക് കിട്ടി അല്ലേ. 4 men 15 ഡേയ്സ് എടുക്കുമല്ലോ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 6 men and 12 women ഡു ദ സെയിം പീസ് ഓഫ് വർക്ക് അല്ലേ. സോ മെന്നും വുമണും ഒരു ദിവസം ചെയ്യുന്ന വർക്കിൻ്റെ റേഷ്യോ 2:1 എന്ന് കിട്ടി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 men ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 12. അതുപോലെ തന്നെ ഒരു ദിവസം ഒരു വുമൺ ചെയ്യുന്ന വർക്ക് 1 ആണ്. സോ 12 women ചെയ്യുന്ന വർക്ക് 12. സോ ടോട്ടൽ ഒരു ദിവസം 6 മെന്നും 12 വുമണും ചെയ്യുന്ന വർക്ക് 24. സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 6 മെന്നും 12 വുമണും എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് അല്ലേ. സോ 3 5ഉം 3 8, അതുപോലെ തന്നെ 2 4 4ഉം എത്രയായി? 5 ദിവസം. ദ കറക്റ്റ് ആൻസർ ഇസ് 5 days അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 days ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find a simple discount equivalent to a discount series of 10%, 20% and 25%. സോ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആവുക എപ്പോഴാണ്? നമുക്ക് എന്ത് ചെയ്യാം? 100 നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആക്കി എടുക്കാം. സോ മാർക്കറ്റ് പ്രൈസിലാണല്ലേ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. ഓക്കെ, സോ 100ൽ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും SP. പിന്നെയും നമ്മൾ 20% കൊടുക്കുന്നുണ്ടല്ലേ. സോ 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ SP എത്ര കിട്ടും? 80%, ദാറ്റ് ഇസ് 4/5 ആയിരിക്കും അല്ലേ. 72 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, സോ 72ൽ 25% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ SP എത്രയായിരിക്കും? 75%. 72ൻ്റെ
3/4 ആയിരിക്കും. 72ൻ്റെ 3/4. സോ 54. സോ നമുക്ക് നെറ്റ് SP എന്ന് പറയുന്നത് 54 കിട്ടി. സോ ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ MP മൈനസ് SP എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. SP എന്ന് പറയുന്നതാണ് ഡിസ്കൗണ്ട്. സോ നമ്മൾ നേരെ ഇതിൻ്റെ ഡിസ്കൗണ്ട് കാണുമ്പോൾ നമുക്ക് 46% എന്ന് കിട്ടും. അതായത് 46/100 × 100. സോ അതായത് നമ്മൾ സാധാരണ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുമ്പോൾ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് × 100 ചെയ്യുന്ന പോലെ തന്നെ 46/100 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് വേറൊരു എളുപ്പ വഴിയുണ്ട് ഇത് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യണം എന്നില്ല, പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. നമുക്ക് x + y + xy/100 ചെയ്യുമ്പോൾ -10 -20 + 200/100 നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് 28% കിട്ടും. പിന്നെ നമുക്കുള്ളത് ഇവിടെ 25% അല്ലേ, -25. 28 × 25 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 560 അതുപോലെ തന്നെ 140 ആണ്. 700, അതായത് 7 കിട്ടും, +7 കിട്ടും. സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -53 + 7. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ 46% ഡിസ്കൗണ്ട് കിട്ടും. സോ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെയും ചെയ്യാം. ഓക്കെ, 46%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോസ്റ്റ് പ്രൈസ് ഓഫ് 100 ബുക്ക് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 60 ബുക്ക്. ദ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ 100 ബുക്കിൻ്റെ CP എന്ന് പറയുന്നത് 60 ബുക്കിൻ്റെ SP-നോട് ഈക്വൽ ആണ്. സോ നമുക്കിതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ കിട്ടും. ഈ കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ കിട്ടാൻ വേണ്ടി നിങ്ങൾ തിരിച്ചിട്ടാൽ മതി കേട്ടോ. സോ കൺസെപ്റ്റ് സെയിം ആണ്. 5 × 3 3 × 5 അല്ലേ ഈക്വൽ. സോ അതിനനുസരിച്ച് CPD SPD റേഷ്യോ എടുക്കാം. സോ 3:5 എന്ന് പറയുന്നതാണ് കോസ്റ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്. സോ നമുക്കിവരുടെ എന്ത് കിട്ടും? നമുക്കിതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇവരുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാം. സോ എത്ര കിട്ടും? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ 2 പാർട്ട് എന്ന് പറയുന്നതാണ് പ്രോഫിറ്റ്. സോ എത്ര? /3 സെല്ലിംഗ് പ്രൈസ് പ്രോഫിറ്റ് ബൈ CP × 100. സോ 2/3 × 100 200/3 എത്ര കിട്ടും? 66.66% അല്ലേ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. If 3/4 of a number is 7 more than 1/6 of the number, then 5/3 of the number is. ഓക്കെ, സോ നമുക്കറിയാം 4ൻ്റെയും 6ൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം LCM കാണാം. LCM എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 12 ആണ്. സോ അതിനനുസരിച്ച് നമുക്കിവിടെ ഇൻറ്റു ചെയ്ത് കൊടുക്കാം അല്ലേ, × 2. സോ നമുക്ക് എത്ര കിട്ടും? 7/12 x എന്ന് പറയുന്നതാണ് 7. സോ നമുക്ക് x എന്ന് പറയുന്നത് 12 കിട്ടും. സോ നമുക്ക് 5/3 ഓഫ് 12 ആണ് കാണേണ്ടത്. സോ 12 × 5/3 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 കിട്ടും. സോ ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്പീഡിൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് നമുക്കിതിൻ്റെ കുറച്ച് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ PDF കോഴ്സും അതുപോലെ തന്നെ വീഡിയോ കോഴ്സൊക്കെ വാങ്ങുക. Okay, so thank you.